ഇതുവരെ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഒന്നുപോലും വിട്ടുപോകാതെ പഠിപ്പിച്ച മതം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അത് ഓരോ കാലയളവിലും ആവശ്യമായത് മുഴുവനും പഠിപ്പിച്ച മതമാണ്. എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച മതമാണ്. പക്ഷേ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ഇസ്ലാമിന്റെ പേരിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി, ഇസ്ലാമികമായി ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിന്റെ ഭംഗിയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി, ഇസ്ലാമിന്റെ മഹത്വത്തെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് വിടുന്ന പേപ്പറുകളോ അല്ലെങ്കിൽ അറബിയിലുള്ള വാക്കുകളോ കാണിച്ച് നമ്മളെവിടെയും ഇസ്ലാമിന്റെ ചിത്രത്തെ, ഇസ്ലാമിന്റെ മഹത്തായ മുഖത്തെ കടിച്ചു കീറാനുള്ള വകുപ്പുണ്ടാക്കരുത്. ഇന്ന് ഞാനിവിടെ വരുമ്പോ ഒരു സുഹൃത്ത് എന്റെ വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്താണ് മെസ്സേജ്? ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് കൊറോണ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ഇയാളെ ചോദ്യം. കിതാബുകളിൽ കാണുന്നു എന്ന് പറഞ്ഞൊരു വോയിസും അറബിയിൽ എഴുതിവിട്ടൊരു കിതാബിന്റെ കണ്ടാൽ ഒരു ചിത്രമാണെന്ന് തോന്നുന്ന വിധത്തിലുള്ളൊരു വസ്തുവും അയച്ചു. ഞാൻ അയാളോട് പറഞ്ഞു, എനിക്കതിനെക്കുറിച്ചറിയില്ല. എല്ലാ കിതാബും വായിച്ച ലോകത്ത് ആരും തെരഞ്ഞെടുത്ത ആലിമാണ് ഞാനെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു മുതഅല്ലിമാണ്, എനിക്കതിനെക്കുറിച്ചറിയില്ല. പക്ഷേ അടിസ്ഥാനത്തെക്കുറിച്ചറിയാതെ അത് പ്രചരിപ്പിച്ച് ഇസ്ലാമിന്റെ പേരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല. ഇസ്ലാം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടത് ശരിയാണ്. പക്ഷേ കൊറോണയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ അതെനിക്കറിയില്ല. പ്രത്യേകമായൊരു രോഗത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ടോ അതെനിക്കറിയില്ല. അതേ സ്ഥാനത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർച്ചവ്യാധി വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധിയുള്ള രാജ്യങ്ങളിൽ നിന്ന് മറ്റു നാടുകളിലേക്ക് പോകരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പകർത്താൻ പാടില്ലെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതേ സ്ഥാനത്ത് കൊറോണയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ അത് എനിക്കറിയില്ല. അറിയാത്തത് പറയാൻ നിർവാഹമില്ല. അതേ സ്ഥാനത്ത് അങ്ങനെ കിതാബിലുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പൂർണ്ണമായി കിതാബുകൾ കണ്ടവനാണെന്ന് അഭിപ്രായം എനിക്കില്ല. പക്ഷേ അത് മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യുമ്പോ, മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോ ഇസ്ലാമിനത്തിന്റെ ജനങ്ങൾക്കിടയിൽ ചോദ്യചിഹ്നമാക്കി ബാക്കിയാക്കുന്ന വിധത്തിൽ, ഇസ്ലാമികമായി ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ, ഇസ്ലാമികമായി ജനയെ വഅദ് പറയുന്ന ഉസ്താദുമാരും നമുക്ക് ഇൽമു പറഞ്ഞു തരുന്ന ആലിമീങ്ങളും അതുപോലെ പള്ളിയിലെ ഖതീബുമാരും നമ്മുടെ നേതാക്കളും നാട്ടിലെ കാരണവന്മാരും ഇസ്ലാമിന് പ്രത്യേകമായ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഇസ്ലാം പറയാത്ത കാര്യങ്ങളിൽ എന്ന് പറയുമ്പോ ഇത്തരം പേപ്പറുകളുടെ ചിത്രം വെച്ചിട്ട് ഇസ്ലാമിനെ നികഴ്ത്തുന്ന വിധത്തിലേക്ക് വാതിലുകൾ തുറന്നു കൊടുക്കാൻ മുസ്ലിമേ നമ്മുടെ ഒരു ഷെയർ കാരണമായി കൂടാ, നമ്മുടെ ഒരു ഫോർവേഡ് കാരണമായി കൂടാ. അടിസ്ഥാനത്തെക്കുറിച്ചറിയാതെ, അതിന്റെ ശരിയായ അസുലിനെ കുറിച്ചറിയാതെ നമ്മളാരും അത്തരം മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യരുതെന്ന് ഇടയ്ക്ക് വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ, ഇസ്ലാം പറയാത്ത കാര്യങ്ങളില്ല, പഠിപ്പിക്കാത്ത കാര്യങ്ങളില്ല, പഠിപ്പിക്കാത്ത നന്മകളില്ല, അതേ നിഷേധിക്കാത്ത ജീവിതത്തിലൊരു മനുഷ്യന്റെ പ്രിയ പവിത്രതയ്ക്ക് നഷ്ടമാകുന്ന ഒരു കാര്യങ്ങളും പറയാനില്ല.